ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് 1928 ഫെബ്രുവരി 28 CV രാമൻ കണ്ടെത്തിയ രാമൻ പ്രഭാവം. CV രാമന് പുരസ്കാരം നേടിക്കൊടുത്ത ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ വർഷവും ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നു. ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വികസിത ഭാരതത്തിനായും ആഗോള നേതൃത്വത്തിനായും ശാസ്ത്ര നവീകരണ മേഖലകളിൽ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം. യുവമനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക, വിപ്ലവകരമായ സംഭാവനകൾ അംഗീകരിക്കുക, ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങൾ ആഘോഷിക്കുക എന്നിവയിലായിരിക്കും ഈ പ്രമേയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർഷങ്ങൾക്കു മുൻപ് 1928 ഫെബ്രുവരി 28 ഭാരതത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത CV രാമനാണ് അദ്ദേഹത്തിന്റെ രാമൻ പ്രഭാവം അവതരിപ്പിക്കുന്നത്. കടലിന് നീല നിറമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ നേട്ടം. ആകാശത്തിന് നീല നിറമാണെന്നും ആ നിറം കടലിൽ പ്രതിഫലിക്കുന്നതാണെന്നുമായിരുന്നു ആളുകൾ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്ന് കണ്ടെത്തിയത് CV രാമനായിരുന്നു. ഇത് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന ശാസ്ത്ര വിഷയത്തിലേക്ക് വഴിവെച്ചു. പ്രകാശം ജലത്തിൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു. ആ കണ്ടുപിടുത്തമാണ് ഭാരതത്തിലേക്ക് ആദ്യമായി നൊബേൽ സമ്മാനത്തിന് വഴിയൊരുക്കിയത്. ഇന്ന് ഭാരത ശാസ്ത്രലോകം ഓരോ വർഷവും നിരന്തരം കണ്ടുപിടുത്തങ്ങളുമായി രംഗത്തെത്തുന്നു. കരയും കടലും കടന്ന് ബഹിരാകാശത്തും ചരിത്രം കുറിച്ചു. ചന്ദ്രയാൻ 3 ആദിത്യ L1 ശാസ്ത്രലോകത്തിന്റെ സംഭാവനകളാണ്. ഇനി ഗഗൻയാനും ശാസ്ത്രലോകത്തിന് മുന്നിലുണ്ട്. ശാസ്ത്രലോകത്തിലെ അറിവുകൾ പുതുക്കി പുതുതലമുറയെ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കട്ടെ എന്നത് തന്നെയാണ് ഇത്തവണത്തെ ശാസ്ത്ര സന്ദേശവും. നാഷണൽ ഡെസ്ക്, ജനം.